നമുക്ക് കുട്ടികളുടെ പ്രിയ സ്നാക്കായിട്ടുള്ള കുറുകുറ ഉണ്ടാക്കിയാലോ? അതും അരിപ്പൊടി വെച്ച്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ ഈ കിടിലൻ കുറുകുറ ഉണ്ടാക്കാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുറുകുറയാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കുറുകുറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കുറുകുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേരുവ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടലമാവും കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇതുണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ചു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 1/4 ടീസ്പൂണും കുറച്ച് മതി. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂണ്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ കടലമാവൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കണം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും വേണ്ട. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക. കുറച്ച് വെള്ളം മതിയാകും. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വെള്ളം വരെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല പോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഞാനിത് കൈകൊണ്ട് നല്ല സോഫ്റ്റ് ആവുന്ന പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് നുള്ളിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആദ്യം എടുക്കുക. അതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. കുറുകുറയുടെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ കൈകൊണ്ട് കുറച്ച് നുള്ളി എടുക്കുക മാവ്. എന്നിട്ടൊന്ന് ഉരുട്ടിയിട്ട് പിന്നെ കൈകൊണ്ട് ഇങ്ങനെ പരത്തിയാൽ മതി. ഇങ്ങനെ പരത്തി ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എളുപ്പമാണ് കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല തിക്കായിട്ടും നല്ല തിന്നായിട്ടും ചെയ്യരുത്. ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നമ്മൾ നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്ന സമയത്തും എണ്ണ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടണം. അപ്പോൾ സ്നാക്കിൽ എണ്ണയൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇറങ്ങിക്കോളും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും സ്നാക്ക് എണ്ണ കുടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്തതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. അതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരുകയാണ്. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും, ക്രിസ്പിനെസ് നഷ്ടപ്പെടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർക്കുക. അപ്പോഴാണ് നല്ലൊരു കുറുകുറയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് ഒരു കളറിനും പിന്നെ കുറച്ചൊരു എരിവിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ സ്നാക്ക് തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് റിഷുവിനോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. രസമുണ്ടോ റിഷു? നല്ല ക്രിസ്പി ആയിട്ടല്ലേ? കുറുകുറേന്റെ ടേസ്റ്റ് ഉണ്ടോ? അതെ, നമ്മൾ യുവേഴ്സിനോട് പറയേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്